അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിലെ ജയ്പൂർ ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പം നവംബർ 1 തീയതി കേരളപ്പിറവി ദിവസമാണ്. ഞാൻ രാവിലെ ജസ്റ്റ് വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി. അപ്പോൾ രാവിലെ നമ്മളിന്ന് ആംബർ ഫോർട്ടിൻ്റെ സൈഡിലോട്ടുള്ള കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പന്നാമീനാക്ക കൊണ്ടുണ്ട്, ആംബർ ഫോർട്ട്, അമീർ പാലസ്, അങ്ങനെ തുടങ്ങിയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമ്മൾ തവണ കാണുന്നത്. ഇവിടെ നോക്കിക്കേ, കുറേ ഇത് കണ്ട് കുറേ ഫോറിനേഴ്സിനെ മാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയിട്ട് ഒരേ സെറ്റപ്പ് പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും പോട്ടെ. അപ്പോൾ നമ്മൾ ഇത് വന്നിരിക്കുന്നത് പന്നാമീനാക്ക കുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കുളത്തിലാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സ്റ്റെപ്പ് വെൽ എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിർമ്മിച്ചിട്ടുള്ള സംഭവമാണ്. സിമെട്രിക്കലായിട്ടുള്ള സ്റ്റെപ്പുകൾ ഇതിൻ്റെ താഴേക്ക് എത്തത്തക്ക രീതിയിലാണ് അവർ പണിഞ്ഞിട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇതെല്ലാം പഴയ ആ ഒരു രാജസ്ഥാൻ രാജഭരണകാലത്ത് ഉണ്ടായിരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമുക്ക് ചെറിയൊരു അമ്പലവും കാര്യങ്ങളൊക്കെ കാണാം. ടോപ്പിലായിട്ട് നമുക്ക് ആ ആംബർ ഫോർട്ടിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ ഈ ഒരു പന്നാമീനാക്ക കുണ്ടിൻ്റെ ഒരു കാഴ്ച ഇവിടെ നിന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ പന്നാമീനാക്ക കുണ്ടൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ നടന്നിട്ട് നമ്മുടെ അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്, ആംബർ ഫോർട്ട് അഥവാ ആംബർ പാലസ്, അമീർ പാലസ് എന്നൊക്കെ അറിയപ്പെടുന്ന. ഇത് ഏതാണ്ട് ഒരു 18-ാം നൂറ്റാണ്ടിലോ മറ്റോ ജയ്സിംഗ് ആണെന്ന് തോന്നുന്നു. ജയ്പൂരിലെ രാജാവായിരുന്ന ജയ്സിംഗ് പണി കഴിപ്പിച്ച ഒരു വലിയ കോട്ടയാണ് കേട്ടോ. അയ്യോ, ഇപ്പോൾ ജയ്ഗഡ് കോട്ട എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഇതിനോട് ചേർന്നുണ്ട്. കുറച്ച് ദൂരം നമുക്ക് മുകളിലോട്ട് നടന്നു പോകണം. അതല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് ജീപ്പ് സവാരിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാനങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ടില്ലേ, ആ ഒരു കോട്ടയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ, ഇങ്ങനെ കിടക്കുന്ന സംഭവം. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്. ഭയങ്കര ആളുണ്ട് കേട്ടോ. ഇന്ന് ദിവാലി കഴിഞ്ഞിട്ടുള്ള ദിവസമായതുകൊണ്ട് ഭയങ്കര ക്രൗഡ്, ഒരു രക്ഷയില്ല. അയ്യോ, അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പം കണ്ടത് ആംബർ ഫോർട്ടിലെ കുറേയധികം കാഴ്ചയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ നാർഗഡ് ഫോർട്ടിലേക്ക് പോവുകയാണ്. അത് ഇവിടെ നിന്നൊരു 2-3 കിലോമീറ്ററേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജൽമഹൽ കാണണം. അപ്പോഴത്തേക്ക് ഇന്നത്തെ പരിപാടിക്കുള്ള സംഭവം കഴിയും കേട്ടോ. ഭയങ്കര വെയിലാണ്. അയ്യോ, നവംബർ ആദ്യമൊക്കെ ആകുമ്പം ഇവിടെ നല്ല തണുപ്പാണെന്ന് പറഞ്ഞാൽ പിടിക്കണം. എൻ്റെ അമ്മേ, വെയിലെന്ന് പറഞ്ഞാൽ ജാതി വെയിൽ മോനെ. ഭയങ്കര ക്രൗഡുണ്ട്, ആൾക്കാർ കയറി വരുന്നുണ്ട് ആംബർ ഫോർട്ട് കാണാനായിട്ട്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഇവിടെ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ടെമ്പിൾ എങ്ങാണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ അമ്പലത്തിലോട്ട് ഉള്ള സംഭവങ്ങളുടെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ജയ്പൂരിലൂടെയുള്ള നമ്മുടെ സഞ്ചാരം ഇങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കറൻ്റ് നമ്മളുള്ളത് ചോട്ടി ചോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് നമ്മൾ ജയ്പൂരിൻ്റെ അടിപൊളി 2 സംഭവങ്ങളായിട്ടുള്ള സിറ്റി പാലസും ജന്തർ മന്ദിറും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ലെറ്റ്സ് സീ. അപ്പോൾ മെട്രോയിൽ നിന്ന് ജസ്റ്റ് പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെയുള്ള കാഴ്ച ഇങ്ങനെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇതുവഴിയൊക്കെ ഇങ്ങനെ ഫുള്ള് തേരാപ്പാര കറങ്ങി നടന്ന സ്ഥലമൊക്കെയാണ് കേട്ടോ. ഹവാമഹലിൻ്റെ ആ ഒരു ഏരിയ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇനി പാലസ് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ നമ്മളൊരു മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ സിറ്റി പാലസിൻ്റെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റോഡ് നേരെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ബഡി ചോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തും. അപ്പോൾ ആക്ച്വലി ഈ ഒരു സിറ്റി പാലസ്, ജന്തർ മന്ദർ, അതുപോലെ തന്നെ ഹവാമഹൽ, ഇതെല്ലാം ആക്ച്വലി ഒരു വലിയൊരു ഏരിയയിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹവാമഹൽ കഴിഞ്ഞ ദിവസം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നേരെ നമുക്ക് പോകേണ്ടത് ഈ ഒരു സിറ്റി പാലസും ജന്തർ മന്ദറും കാണുകയാണ്. കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. ദീപാവലിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ദിവസം രാവിലെ ഒരു 10 മണിയൊക്കെ ആവുന്നു. നമ്മളിതേ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ ആ ഒരു പിങ്ക് സിറ്റിയുടെ ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും പിങ്കാണ്. ആ ഒരു പഴയ ഒരു ഏരിയയിലെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേ കാണാനായിട്ട് പറ്റും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമ്മളങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ ആ സിറ്റി പാലസിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സൈഡിലോട്ട് ടെമ്പിളൊക്കെ ഉണ്ട് കേട്ടോ. മന്ദിർ ശ്രീ ബ്രജനിധി ജി കി എന്ന് പറഞ്ഞിട്ടൊരു മന്ദിർ അവിടെ ഉണ്ട്. പിന്നെ ഇതാണ് ആ ഒരു പാലസിൻ്റെ ആ ഒരു സൈഡിലോട്ട് പോകുന്ന സംഭവം. അപ്പോൾ ഇവിടെ ഒരുപാട് രാജസ്ഥാനി ആൾക്കാർ രാവിലെ വന്നിട്ടുണ്ട് അമ്പലത്തിലൊക്കെ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ നേരെ പാലസ് സൈഡിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് നടക്കട്ടെ. പാലസും ജന്തർ മന്ദിറും കാണുകയാണ് നമ്മുടെ രാവിലത്തെ പരിപാടിയുടെ ലക്ഷ്യം. അപ്പോൾ എന്തായാലും നടക്കട്ടെ. അപ്പോൾ നമ്മൾ ജന്തർ മന്ദിറിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് ജന്തർ മന്ദിർ. അപ്പോൾ നമ്മൾ നേരെ അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരണം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ നമ്മളിതേ അങ്ങനെ ജന്തർ മന്ദിറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ജന്തർ മന്ദിർ. ഇത് ആക്ച്വലി എന്താ പറയുക, ഒരു കളക്ഷൻ ഓഫ് 19 അസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ഈ ബഹിരാകാശവുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള മൊത്തം ഒരു 19ഓളം ആസ്ട്രോണമിക്കൽ ഡിവൈസുകളൊക്കെ വെച്ചിട്ട് പല പല കാര്യങ്ങൾക്കായിട്ട് പണ്ട് എനിക്ക് തോന്നുന്നു രജ്പുത് കിങ് ആയിട്ടുള്ള സവാൽ ജയ്സിംഗ് ആണ് ആക്ച്വലി 1734 ഈ ഒരു ജന്തർ മന്ദിർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത് സിറ്റി പാലസിൻ്റെയും ഹവാമഹലിൻ്റെയും ഒക്കെ അടുത്തായിട്ട് വരുന്നൊരു സംഭവമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള പരിപാടിയൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്തോ വലിയ സംഭവമാണെന്ന് മാത്രമേ എനിക്കറിയാവൂ. സോ ദാറ്റ്സ് ഓൾ ഐ നോ. പിന്നെ കാണാനായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതിനൊക്കെ എന്തൊക്കെ ഭയങ്കരമായ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക എന്നുള്ളതേ നമുക്ക് പറയാനുള്ളൂ. ഇത് കണ്ടില്ലേ, പല പല സാധനങ്ങളാണ് കേട്ടോ. പണ്ട് കാലത്തെ ഒരു സമയം, ടൈം ആ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങൾ ഈ ആസ്ട്രോണമിക്കൽ ഡിവൈസിനകത്ത് നമുക്ക് കാണാനും അറിയാനും ഒക്കെ ആയിട്ട് പറ്റും കേട്ടോ. വലിയൊരു ഏരിയ ആണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സെറ്റ്. അങ്ങനെ ജന്തർ മന്ദിറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മഹാരാജ സ്വാമി മാൻ സിംഗ് രണ്ടിൻ്റെ പാലസിലെത്തിയിട്ടുണ്ട്. വിച്ച് ഈസ് കോൾഡ് ആസ് ലൈക്ക് ജയ്പൂർ പാലസ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ 300 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. ഒരു രക്ഷയില്ല. കണ്ടില്ല, ഇന്ത്യൻ അഡൾട്ടിന് 300 രൂപ. ഫോറിനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപയാണ് മേടിക്കുന്നത്. അതിന് കൂടെ ഒരു എൻവലപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. ആ ഒരു മ്യൂസിയത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് കണ്ടില്ല, സിറ്റി പാലസ് ജയ്പൂർ. അപ്പോൾ ആ കാണുന്നതാണ് ജന്തർ മന്ദിർ. ജന്തർ മന്ദിർ നേരെ ഇറങ്ങി വന്നത് ഇതാണ് പാലസിൻ്റെ ഗേറ്റ്. അപ്പോൾ അകത്തോട്ട് കയറട്ടെ. അങ്ങനെ പാലസിനുള്ളിലേക്ക് നമ്മൾ ജസ്റ്റ് കയറിയിട്ടുണ്ട്. ഇതാണ് മാൻ സിംഗിൻ്റെ ജയ്പൂർ പാലസ്. അതിപ്പോൾ കറൻ്റ് ഒരു മ്യൂസിയമായിട്ടാണ്. കണ്ടില്ലേ, പാലസിനകത്തോട്ട് കയറുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെയാണ്. നൈസ്. എന്താ പറയുക, കുറേ കിളിവാതിലുകളും സംഭവങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഫുള്ള് ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അടിപൊളി. അങ്ങനെ ജയ്പൂരിലെ നമ്മുടെ അവസാന ദിവസത്തെ പരിപാടിയായിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബാപ്പു ബസാറിലാണ്. ബാപ്പു ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയ്പൂരിൻ്റെ ഹൃദയഭാഗം എന്നൊക്കെ അറിയപ്പെടുന്നൊരു ഷോപ്പിംഗ് സെൻ്ററാണ് കേട്ടോ. ടിപ്പിക്കൽ രാജസ്ഥാനി സ്റ്റൈലിലുള്ള എല്ലാ സാവര ജംഗമ വസ്തുക്കളും ഇവിടെ കിട്ടും. ഫേമസ് ആയിട്ട് ഡ്രസ്സ്, ചപ്പൽ സാധനങ്ങളൊക്കെയാണുള്ളത്. ഇത് കഴിഞ്ഞ സാധനത്തിൽ ഒരു ദീപാവലി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നൈറ്റിലൊക്കെ നമ്മൾ വന്നിട്ട് ഓൾറെഡി എടുത്തിട്ടുള്ളതായിരുന്നു വീഡിയോയൊക്കെ. ഇത് കണ്ടില്ലേ, ബാപ്പു ബസാർ വേറെ ലെവൽ സംഭവം കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ബാപ്പു ബസാറോട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹലോ.